രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഷ്ട്രീയ വനവാസത്തിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ തുടരാനും ഇനിയും മറ്റു പല പദവികളിലേക്കും എത്താനും ഒക്കെയുള്ള പൊട്ടൻഷ്യൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ചും ഈ ധാർമ്മികതയുടെ പ്രശ്നം കോൺഗ്രസിന് ഇല്ലാത്തിടത്തോളം കാലം രാഹുലിന് തുടരുന്നതിന് അതിന് വലിയ തടസ്സങ്ങളുമില്ല. കാരണം രാഹുലിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ചെയ്ത തെറ്റിനെ തള്ളി പറയുന്നതിനോടൊപ്പം തന്നെ തെറ്റിനെ തള്ളി പറയാത്തിടത്തോളം നിൽക്കുന്ന ചില ആളുകളും കൂടി ഉണ്ടല്ലോ. അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന സോക്കോൾഡ് എ ഗ്രൂപ്പ് എന്നാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിച്ച് കാണുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ രാഹുലിനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ചെയ്ത തെറ്റിനെ അവർ എൻഡോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ ടീംമേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണോ എന്നതുകൂടി കേരളത്തിന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണമെന്നേ. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തു? അതൊരു ചോദ്യം വരുമ്പോൾ പ്രതിപക്ഷ നേതാവിന് വിശദീകരിച്ചാൽ അവിടെ കഴിഞ്ഞല്ലോ, അതിൽ ക്ലാരിറ്റി ആയല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ട്, ഈ രണ്ട് ചോദ്യമല്ലേ വരികയുള്ളൂ, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, പ്രത്യേകം ബ്ലോക്കാക്കി ഇരുത്തുന്നതിന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല എന്ന് സ്പീക്കറെ അറിയിച്ചു? ഈ രണ്ട് ചോദ്യത്തിനും VD സതീശൻ കൃത്യമായ മറുപടി സഭയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി ആയല്ലോ. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ പുറത്തു പറയുന്ന പല പല അഭിപ്രായങ്ങളെക്കാൾ സഭയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ UDF ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയാൻ എനിക്ക് എന്തായാലും ആ രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്.